KJ മാക്സിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മാക്സിനെ തോൽപ്പിക്കാൻ ഇവിടെ കോൺഗ്രസിനല്ല ആർക്കും സാധിക്കില്ല. പക്ഷേ ഞങ്ങളുടെ കണ്ണു മുമ്പിൽ അവർ ഒരു വികസനവും കാണിച്ചിട്ടില്ല. ഞങ്ങളുടെ ഏരിയയിലെ കാര്യം പറയും. നമ്മുടെ മാക്സി 10 വർഷക്കാലം MLA ആയിട്ട് ഇരുന്നപ്പോൾ ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസനങ്ങളെ കുറിച്ച് ഈ ജനങ്ങൾക്കറിയാം. എന്നുവെച്ചാൽ അയാള് UDFന്റെ ഒരു ഡമ്മി മാത്രമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കടല് ഇങ്ങനെ കൂടിക്കിടന്നിട്ട് വെള്ളം അടിച്ച് കരക്കിങ്ങാട്ട് കയറിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ മാത്രം നിൽക്കെ രാവിലെ മുഴുവനും ചൂടാണ്, അതിഭീകരമായ ചൂടാണ്. സ്ഥാനാർത്ഥി പര്യടനമെല്ലാം അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മധ്യ കേരളത്തിൽ കൊച്ചിയിൽ തീപ്പൊരി പോരാട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ ഒരു മണ്ഡലമാണ് കൊച്ചി നിയോജക മണ്ഡലം. ഇത്തവണ തുടർച്ചയായി മത്സരിച്ച് വരുന്ന മാക്സി എന്ന LDFന്റെ സിറ്റിംഗ് MLA പരാജയപ്പെടുത്താനായി വന്നിരിക്കുന്നത് കൊച്ചിയുടെ ഷിയാസ് എന്നുള്ളൊരു മുദ്രാവാക്യവും, നമ്മുടെ ഷിയാസ്, കൊച്ചിയുടെ ഷിയാസ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യവുമായി ഷിയാസാണ് DCC പ്രസിഡന്റ്. കൊച്ചി മണ്ഡലത്തിന്റെ പൾസെറിഞ്ഞു കൊച്ചിയുടെ 2 ചേട്ടന്മാരോടൊപ്പമാണ് നമ്മൾ ഇരിക്കുന്നത്. ചേട്ടാ, പേരെന്താ? എൻ്റെ പേര് സിജു എന്നാണ്. എങ്ങനെയുണ്ട് രാഷ്ട്രീയ ചൂട്? രാഷ്ട്രീയ ചൂട് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോ നോക്കാനാണെങ്കിൽ ചൂടും അതുപോലുള്ള സാഹചര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ KJ മാക്സിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഷിയാസിന് 2 ടേൺ മത്സരിച്ച് വിജയിച്ച് നിൽക്കുന്ന മാക്സിയെ എതിരിടാൻ ഇവിടെ വരാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുക? വേറെ മണ്ഡലം കിട്ടാത്തതുകൊണ്ടായിരിക്കോ അത് ജയിച്ച് കയറാമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരിക്കുമോ? ശരിക്കും മാക്സിനെ തോൽപ്പിക്കാൻ ഇവിടെ കോൺഗ്രസിനല്ല ആർക്കും സാധിക്കില്ല. അത് ഷിയാസിനും അറിയാം, കോൺഗ്രസിനും അറിയാം, UDFനും അറിയാം. പിന്നെ ഒരു ഡമ്മി ആയിട്ടാണ് ഇട്ടേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ മാക്സി 10 വർഷക്കാലം MLA ആയിട്ട് ഇരുന്നപ്പോൾ ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസനങ്ങളെ കുറിച്ച് ഈ ജനങ്ങൾക്കറിയാം. ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും വൻ ഭൂരിപക്ഷത്തോടുകൂടി KJ മാക്സി ജയിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പായ ഒരു കാര്യമാണ്. നോക്കാം. ചേട്ടാ, പേരെന്താ? എൻ്റെ പേര് ജോസഫ്. ജോസഫേട്ടാ, കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം ഈ പോരാട്ടം ശരിക്കും ഒരു തീപ്പൊരി പോരാട്ടമാണ്. ഇത്തവണ ഒരു നെക്ക് ടു നെക്ക് മാർജിനിലേക്കാണ് കാര്യങ്ങൾ പോണേന്നാണ് വലത് കേന്ദ്രങ്ങളെല്ലാം പറയണത്. ശരിയാണോ? സംഗതിയൊക്കെ ശരിയാണ്. പോരാട്ടമുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ അല്ല, പോരാട്ടമുണ്ട്. പോരാട്ടമില്ലെന്ന് നമ്മൾ പറയില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നതേ, ഇപ്പൊ എനിക്കിപ്പോ ഒരു 58 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ഈ പാർട്ടിയുടെ ഒരു നിലവാരം വെച്ചിട്ടല്ല, നമ്മുടെ പാർട്ടി ഉണ്ട്. അപ്പം ഏതാണ് പാർട്ടി? ഞാൻ ഇടതുപക്ഷക്കാരൻ തന്നെയാണ്. പക്ഷെ പാർട്ടിയുടെ നിലവാരം മാത്രമല്ല നോക്കണ്ട, നമ്മളുടെ മുമ്പിൽ ആര് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അത് നമ്മൾ വിലയിരുത്തണം. അല്ല, ഷിയാസ് ഇതിനും നല്ല കാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണെന്ന് അവസരം കൊടുത്താലേ അറിയാൻ പറ്റൂ. അവസരം കൊടുത്താലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ കണ്ണു മുമ്പിൽ ഇതുക്കും പാടേ നമ്മളെ ഡൊമിനിക് പ്രസന്റേഷനും KV തോമസും ഞങ്ങളുടെ ഈ മണ്ഡലം മാറി മാറി അവര് 35 വർഷം UDF അവര് ഭരിച്ചവരെ. പക്ഷെ ഞങ്ങളുടെ കണ്ണു മുമ്പിൽ അവര് ഒരു വികസനവും കാണിച്ചിട്ടില്ല. ഞങ്ങളുടെ ഏരിയയിലെ കാര്യം പറയും. കാരണം വെച്ചാൽ ഞാൻ പുത്തൻതോട് ബീച്ചിന്റെ അടുത്താണ് എൻ്റെ വീട്. ഞങ്ങളിവിടെ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കടല് കൂടിക്കിടക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കടല് ഇങ്ങനെ കൂടിക്കിടന്നിട്ട് വെള്ളം അടിച്ച് കരക്കിങ്ങാട്ട് കയറിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ വീടിൻ്റെ പരിസരത്ത് കൂടി കടൽ കയറി ഒഴുകുമ്പോൾ എന്ത് ചെയ്യുമെന്നോർത്ത് ഞങ്ങൾ ഇങ്ങനെ ആകുലപ്പെട്ട് നിൽക്കുക. അപ്പോൾ ആ സമയത്താണ് ഡൊമിനിക് പ്രസന്റേഷൻ ആ വർഷം പരാജയപ്പെടുത്തിക്കൊണ്ട് ദിനേശ് മണി എന്ന് പറയുന്ന സഖാവ് വരുന്നത്. പുള്ളിക്കാരൻ വന്നേച്ചും ഗ്യാപ്പിൻ്റെ കുറച്ച് കിഴക്കുവശം വണ്ടി കിട്ടേച്ചും പുള്ളി നടന്നു വന്നേച്ചും ഞങ്ങളോട് ചോദിക്കണേയാണ്, ഈ നമ്മളെ ഈ ബീച്ച് റോഡ് സംരക്ഷിക്കാനായിട്ട് നമുക്കിപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പം എൻ്റെ വൈഫിൻ്റെ അപ്പനോടാ ചോദിക്കണം. ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, സാറേ ഇപ്പം ഈ സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഗ്യാപ്പിൽ മണ്ണില്ല. ഒരു ചാക്കെങ്കിലും വെക്കാമെന്ന് വെച്ചാൽ മണ്ണ് വെട്ടിയെടുക്കാണ്ട് മണ്ണില്ല. കടലുകാരി മണ്ണെല്ലാം പോയിരിക്കും. ഇപ്പൊ തൽക്കാലം അപ്പച്ചാ നമുക്ക് ഈ റോഡ് സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കല്ലടിച്ചാൽ നിൽക്കുവാന്ന് തീർച്ചയായിട്ടും. അപ്പൊ അന്നെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറയണം നമുക്ക് ഈ റോഡ് സംരക്ഷിക്കണം, അതിനു വേണ്ടി നാളെ രാവിലെ ഇവിടെ കല്ല് വന്നിരിക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്ത് നേരം ഇങ്ങോട്ട് വെട്ടമാടി വരുമ്പോ ഞങ്ങൾ കാണുന്നത് കല്ലിൻ ലോറി വരി വരിയായിട്ട് കിടക്കണം. മനസ്സിലായി കേട്ടോ, വ്യക്തമായി, അതിന്റെ ഒരു ഡെപ്ത് മനസ്സിലായി. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മാക്സി
കൊച്ചി മണ്ഡലത്തിൽ മാത്രം ഇങ്ങനെ തളച്ചിടുന്ന ഒരാളായി വരുന്നുണ്ടോ? ഷിയാസിന്റെ ഒരു ഫെയിം, ഷിയാസ് കൊച്ചിയിൽ മാത്രമല്ല എറണാകുളം ജില്ലയിൽ, സമീപ ജില്ലകളിൽ ഒക്കെ വരുന്നു. DCC പ്രസിഡന്റ് ആവുന്നു. VD സതീശന്റെ വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു വിശ്വസ്തനായ ഒരു സ്ഥാനം അദ്ദേഹം കരസ്ഥമാക്കുന്നു. അങ്ങനെ ഒരു 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 ക്യാൻവാസിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയൊരു നിഷ്പക്ഷമതികളായ വോട്ടേഴ്സും വലത് സൈബറിടങ്ങളുടെ ഈ വലിയ പ്രചരണങ്ങളാവട്ടെ എന്തും ആവട്ടെ, ജനങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകളാണ്. വികസനങ്ങൾ ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ല വലത് സൈബർ കേന്ദ്രങ്ങളെല്ലാം. തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ടോ ജനങ്ങൾ? ഷിയാസിലേക്ക് ഒരു ഓട്ടുകുത്തൽ കാണാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇല്ലെന്ന് പറയാനാണ് കാരണം. കാരണം കൊച്ചിയും മണ്ഡലത്തിലും മാത്രമല്ല ഈ മാക്സ് തളച്ചിടേണ്ട ഒരു വ്യക്തി കേരളം നിയമസഭയിലേക്ക് വരണം. കേരളം നിയമസഭയിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ വികസനത്തിന് തന്നെ മാറ്റങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ ചെല്ലാനം മുതൽ പുത്തൻതോട് വരെ ടെട്രോപേഡ് നിർമ്മിച്ചുകൊണ്ടുള്ള കടൽ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. അത് ശരിക്കും KJ മാക്സിയുടെ ഇടപെടൽ കൂടെ ഉണ്ടതുകൊണ്ടാണ്. അതുപോലെ P രാജീവ്, ഇവർ രണ്ടുപേരും നിരന്തരം മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ചകൾ നടത്തുകയും അവരുടെ നിരന്തരമായ ചർച്ചകളിലൂടെയാണ് ഇതിന് പരിഹാരം കാണാൻ ഒത്തുള്ളത്. അത് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകും. അത് ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ. പിന്നെ ഷിയാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഷിയാസ് UDFൽ ഏത് സ്ഥാനത്തിരുന്നാലും ഏതെല്ലാം പദവികളിൽ ഇരുന്നാലും ജനങ്ങളുമായിട്ട് സമ്പർക്കിച്ച് പോകാൻ പറ്റൂല. അതായത് ജനങ്ങളുമായിട്ട് ഒത്തുവരാൻ, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് ജനങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കണ്ടീഷനിൽ പോകാൻ അയാൾക്ക് സാധിക്കില്ല. എന്ന് വെച്ചാൽ അയാള് UDFന്റെ ഒരു ഡമ്മി മാത്രമാണ്. ക്ലിയറായി. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ട് മാക്സി തുടരണം? ഓക്കെ, നമ്മൾ ഒരു 2-3 കാര്യങ്ങൾ എടുക്കാൻ പോവാ. ഒന്നാമത്തെ കാരണം പറയൂ. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാല് നമ്മളുടെ കണ്ണു മുമ്പിൽ പുള്ളിക്കാരൻ വരുത്തിയിട്ടുള്ള വികസനമാണ്. കൺമുമ്പിൽ കണ്ട വികസനം. 2 അല്ല, നമ്മൾ കണ്ടു. ഇപ്പൊ ആരാ കാണാത്തത്, എന്താ നടത്താത്തത്? മനസ്സിലായി. അടുത്തത് വേറെ എന്താ? അടുത്തെന്ന് പറഞ്ഞാൽ ഇനിയും കുറെ വികസനങ്ങൾ ഉണ്ട് നമ്മളുടെ കൊച്ചി മണ്ഡലത്തിൽ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ, മാക്സി ചെയ്തു വെച്ച കാര്യങ്ങൾ തീർക്കാൻ ഇനിയും വീണ്ടും തുടങ്ങി വെച്ച വികസനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ. ലാസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ UDFന്റെ ഭരണകാലത്ത് 500 രൂപ പെൻഷൻ ഉണ്ടായ പാട്ടിൽ അവര് 5 വർഷം അവര് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഭരിച്ചിട്ട് അവര് 500 എന്നുള്ള 600 ആക്കി. ഇടതുപക്ഷ ഗവൺമെന്റിനുള്ള ഒരു നന്ദി. അല്ലേ? അതെ. ഓക്കെ, ഈ 3 കാര്യങ്ങൾ തുടർച്ചയായ വികസനങ്ങൾ തുടർന്നു പോകണം. കൺമുമ്പിൽ കൊച്ചിയിൽ കഴിഞ്ഞ 10 വർഷം കാണിച്ചു കൊടുത്ത വികസനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി 10 വർഷം ഈ സംസ്ഥാനത്ത് മുമ്പോട്ട് കൊണ്ടുപോയ ഇടതുപക്ഷ ഗവൺമെന്റിന് ഈ നാടിന്റെ ഒരു നന്ദി ചാർത്താവണം. ഇത് 3ഉമാണ് ഇവിടുത്തെ പറയുന്നത്. ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹം പറഞ്ഞ, ജോസഫേട്ടൻ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിക്കാം. കടൽ കയറി വന്ന് കുടുംബങ്ങൾ ഇങ്ങനെ ഒരു വലിയ അൺസർട്ടനിറ്റിയിൽ നിന്നപ്പോൾ ദിനേശ് മണി എന്നൊരു സഖാവ് വന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് കൂടെ നിന്ന ആ രാവും പകലും അവിടെ തുടങ്ങിയതാണ് ഇടതുപക്ഷം ഇടതോരം ചേർന്ന് കൊച്ചി ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. തുടരാൻ തന്നെയാണ് സാധ്യത എന്നാണ് കാണുന്നത്. നമസ്കാരം.